വീണ്ടും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. ഇന്ന് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു UPI ആപ്പാണ് ഫോൺ പേ. അപ്പോൾ ഈ ഫോൺ പേയിലെ ആ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളൊക്കെ ഇംഗ്ലീഷിലാണ് സാധാരണയായിട്ട് കാണപ്പെടുക അല്ലേ? അപ്പോൾ ആ ഭാഷ നമുക്ക് മാറ്റാൻ സാധിക്കും. അത് മലയാളത്തിലേക്കോ മറ്റേതെങ്കിലും ഭാഷയോ മാറ്റാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ മാറ്റി കഴിയുമ്പോൾ അതിലെ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളൊക്കെ പിന്നെ നമ്മൾ ഏത് ഭാഷയ്ക്കാണോ മാറ്റുന്നത് ആ ഭാഷയിലാണ് കാണപ്പെടുക. അതെങ്ങനെ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ പേർക്ക് അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അതേപോലെ ഫോൺ പേയിൽ നമ്മൾ ചെയ്യാറുള്ള എല്ലാ ട്രാൻസാക്ഷനുകളെ സംബന്ധിച്ച വിശദമായ വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റിൻ്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതേപോലെ ഇവിടെയുള്ള ഐ ബട്ടണിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് വളരെ യൂസ്ഫുള്ളായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. എങ്കിലും ഓക്കെ, നമുക്ക് ഫോൺ പേയുടെ ഭാഷ മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ എൻ്റെ ഫോണിൽ ഫോൺ പേയുടെ ഐക്കണിൽ പ്രസ് ചെയ്ത് ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഹോം സ്ക്രീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ഓപ്ഷനുകളും തന്നെ ഇതുപോലെ ഇംഗ്ലീഷിലാണ് കാണുക. ഇവിടെ മുകളിൽ തന്നെ ഒരു 4 ഐക്കണുകൾ കാണുന്നുണ്ടല്ലോ. അതിൽ ഫസ്റ്റത്തെ ഐക്കൺ തന്നെ താഴെ ടു മൊബൈൽ നമ്പർ എന്ന് കൊടുത്തിരിക്കുന്നു. അടുത്തത് ടു ബാങ്ക് ആൻഡ് സെൽഫ് അക്കൗണ്ട്, റെഫർ ആൻഡ് ഗെറ്റ് അപ് ടു 200. അങ്ങനെ ഓരോ ഐക്കണിൻ്റെ താഴെ ഇംഗ്ലീഷിലാണ് ഓപ്ഷനുകൾ കാണുന്നത്. അതിന് താഴെ റീചാർജ്, റെന്റ്, ഇലക്ട്രിസിറ്റി, അങ്ങനെ ഓരോ ഓപ്ഷനുകളും തന്നെ ഇംഗ്ലീഷിലാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് ഈ ഓപ്ഷനുകളെ മലയാളത്തിൽ കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഹോം സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ ഇടതുഭാഗത്തായിട്ട് മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണുന്നുണ്ടല്ലോ, അതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം അതിൽ പ്രസ് ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൻ്റെ നടുവിലായിട്ട് ആദ്യത്തെ ഓപ്ഷൻ തന്നെ ലാംഗ്വേജസ് ആണ്. അപ്പം അതിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം അതിൽ പ്രസ് ചെയ്യുമ്പോൾ കുറെ ഭാഷകൾ കാണിക്കുന്ന ഇങ്ങനെ ഒരു സ്ക്രീനാണ് ഓപ്പൺ ആവുക. ഇപ്പൊ ഇവിടെ ഇംഗ്ലീഷ് ആണ് സെലക്ട് ആയി കിടക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഇവിടെ മറാഠി, ഹിന്ദി, തെലുങ്ക്, തമിഴ്, അതുപോലെ കുറെ ഭാഷകളുണ്ട്. അപ്പൊ നമ്മുടെ മലയാളം ഇവിടെ സ്ക്രീനിന്റെ കുറച്ച് താഴെയായിട്ട് ഇതാ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അതിലൊന്നിങ്ങനെ പ്രസ് ചെയ്യുക. അപ്പൊ അതിൽ പ്രസ് ചെയ്തത് തന്നെ ഇംഗ്ലീഷ് ഡിസേബിൾ ആയി മലയാളം സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പം അത് സെലക്ട് ചെയ്തത് തന്നെ ഇവിടെ താഴത്തെ ഓപ്ഷൻ നേരത്തെ കണ്ടിന്യൂ എന്നാണ് കാണിച്ചിരുന്നത്. അതിപ്പോൾ തുടരുക എന്ന് ആ ഓപ്ഷൻ പോലും മലയാളത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി ആ ബ്ലൂ കളറിൽ കാണുന്ന തുടരുക എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അപ്പം അതിൽ പ്രസ് ചെയ്തത് തന്നെ ഇതിന് മുമ്പ് വന്ന സ്ക്രീനാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. ഇപ്പം ഇവിടെ കണ്ടില്ലേ, എല്ലാ ഓപ്ഷനുകളും തന്നെ മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ലാംഗ്വേജസ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തുവല്ലോ, അതിപ്പോൾ ഇവിടെ ഭാഷകൾ എന്നാണ് കാണിക്കുന്നത്. ഞാൻ ഫോണിന്റെ ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് ഹോം സ്ക്രീനിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പം ആ മുകളിൽ കാണുന്ന ആ 4 ഐക്കണുകളും മലയാളത്തിലാണ് ഓപ്ഷനുകൾ കാണിച്ചിരിക്കുന്നത്. അതിന്റെ താഴെയുള്ള എല്ലാ ഓപ്ഷനുകളും തന്നെ മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഫോൺ പേ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷകളിലേക്കോ മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി വീണ്ടും നമുക്ക് മലയാളം വേണ്ട, ഇംഗ്ലീഷ് തന്നെ മതിയെങ്കിൽ സ്ക്രീനിന്റെ മുകളിൽ ഇടതുഭാഗത്തുള്ള ആ പ്രൊഫൈലിൽ വീണ്ടും ഇതുപോലെ പ്രസ് ചെയ്യുക. ഇനി സ്ക്രീനിന്റെ നടുവിലുള്ള ആ ഭാഷകൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. വന്നിരിക്കുന്ന സ്ക്രീനിലെ ഭാഷകളിൽ ഇംഗ്ലീഷിൽ പ്രസ് ചെയ്യുക. ഇനി സ്ക്രീനിന്റെ താഴെയായി കാണുന്ന കണ്ടിന്യൂ എന്ന ആ ബ്ലൂ ബട്ടണിലും പ്രസ് ചെയ്യുക. ഇപ്പൊ ഇവിടെ ഓപ്ഷനുകളൊക്കെ ഇംഗ്ലീഷിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഞാൻ ബാക്ക് അടിച്ച് ഹോം സ്ക്രീനിലേക്ക് തന്നെ വരാം. ഇപ്പൊ കണ്ടില്ലേ, നേരത്തെ പോലെ ഇംഗ്ലീഷിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഫോൺ പേയെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് ഭാഷയിലേക്കും മാറ്റിക്കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.